ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് മൈ ചാനൽ. എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് അല്ലേ? ഇന്നലത്തെ നമ്മുടെ സൈബർ ബുള്ളിങ് കാരണം ഞാൻ പാറു ആ അക്കൗണ്ടിൽ ആ കുട്ടി മരിച്ചത്, അതായത് സൂസൈഡ് ചെയ്തത്. ടു ബി ഫ്രാങ്ക്, പലരും സൈബർ ഇങ്ങനെ ബുള്ളിങ്ങിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ അറിയാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കരുത് എന്നുള്ള രീതിയിലൊരു സംസാരം വന്നു. എന്ത് തന്നെയാണെങ്കിലും സൈബർ ബുള്ളിങ്ങിനെ വളരെ നോർമലൈസ് ചെയ്ത് സൈബർ ബുള്ളിങ് അല്ല ഇവിടുത്തെ വിഷയം എന്നുള്ള രീതിയിൽ കാര്യം കൊണ്ട് ഉൾട്ടടിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യം സ്റ്റോപ്പ് സൈബർ ബുള്ളിങ്. ഓക്കെ, ഇതിൽ ഒരു വശം പറയുന്നു അവനാണ് അതായത് ലവറാണ് മരണത്തിന് കാരണം. അയാൾക്ക് ഈ കുട്ടിയുടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ അത് കണ്ടിട്ട് മനസ്സ് വേദനിച്ചിട്ടാണെന്നുള്ളൊരു സംഭവം പറയുന്നു. എന്നാൽ ഈ കുട്ടി പറയുന്നു ലൈക്ക് ഇങ്ങനെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നല്ലൊരു ടോർച്ചറിങ് ഈ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രീതിയിൽ ബ്രേക്കപ്പ് ആയതാന്ന് പറയുന്നു. ആൻഡ് ആത്മഹത്യക്കുറിപ്പിൽ ഇവർ എഴുതി വച്ചിരിക്കുന്നത്, ഈ കുട്ടി എഴുതി വച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പയ്യനെ ആദ്യം പൊക്കി, ഈ പയ്യനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പാരൻസ് വന്ന് ശക്തമായിട്ട് പറയുകയാണ് ഈ പയ്യനാണ് കാരണം എന്നുള്ളത്. ആൻഡ് ഞാൻ എടുത്തു പറയുന്ന എൻ്റെതായ കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്കും സംശയമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്, പയ്യൻ പല തവണ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ്. പലയിടങ്ങളും കൊണ്ടുപോയി പല തവണ പീഡിപ്പിച്ചു. ഫോണിൽ നിന്നും കിട്ടിയ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു വചനം എന്താണെന്ന്. കാരണം വെച്ചാൽ പുറത്ത് പറയാൻ പറ്റാത്ത വിഷയം എന്ന് പറയുന്നത് കേരളമാണ്, ഇവിടെ ജീവിക്കുന്ന ജനങ്ങളാണ്. എന്താനത്തര കേസാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും എന്ത് വലിയ ഇഷ്യൂ ആണെങ്കിലും അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളിലോട്ടൊരു കറക്റ്റ് ക്ലാരിറ്റി തരാന്നുള്ളത്. ആ ക്ലാരിറ്റി ഈ കേസിൽ എനിക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ 2 മാസത്തോളം ഈ പയ്യൻ അവിടെ വരാറുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം അച്ഛൻ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ ഇങ്ങർക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇന്റർകാസ്റ്റ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ഇതിലേക്ക് പോകുന്നത് താല്പര്യമില്ലെങ്കിൽ 2 മാസമൊക്കെ ആ പയ്യനെ വീട്ടിൽ വരാൻ സമ്മതിച്ചത് എന്തിനാണ്? അതൊരു പോയിന്റാണ്. പിന്നെ പല തവണ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ പല തവണ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാൻ കാരണം, പ്രണയത്തിലിരിക്കുമ്പോൾ എവിടെയാണ് ഗൈസ് പീഡനം വരുന്നത്? അതും ഇവരുടെ ഈ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ, വളരെ മൈന്യൂട്ട് ഏജിൽ വെച്ച് നോക്കുമ്പോൾ ഈ പ്രണയത്തിൻ്റെ ഇടയിൽ എവിടെയാണ് പീഡനം വരണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രണയമാകുമ്പോൾ അതിനകത്ത് പലതും ഉണ്ടാവും, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അതിപ്പോൾ പീഡനമായിട്ട് മാറിയിരിക്കുകയാണ്. ആ പയ്യൻ്റെ ഫോണിൽ നിന്നും കിട്ടിയ തെളിവുകൾ പുറത്ത് പറയാൻ പറ്റാത്ത, പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. ആൻഡ് ഇതില് ഈ പെൺകുട്ടി ഇവരുടെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കാന്നുണ്ട്. അല്ലാതെ ഈ കുട്ടി എന്തുകൊണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ പീഡിപ്പിച്ച കാര്യം മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു ആത്മഹത്യക്കുറിപ്പിൽ പോലും ഞാനിങ്ങനെ പീഡനത്തിനിരയായി, അല്ലെങ്കിൽ അവൻ എന്നെ പീഡിപ്പിച്ചു ചതിച്ചു, ആ രീതിയിൽ എന്തുകൊണ്ടൊരു കുറിപ്പ് വന്നില്ല? ഈ 2 ആഴ്ച മുമ്പ് കൂടി ആ പയ്യനായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതിപ്പോ ചീറ്റിംഗ് വൈസ് ആണ് ഇവർ ബ്രേക്കപ്പ് ആയെന്നുണ്ടെങ്കിൽ ഹീലിംഗ് പവർ കുറച്ച് ടഫായിരിക്കും. കാരണം നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അയാൾ ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മെന്റലി ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു കാര്യമാണ്. ഈ കാസ്റ്റ് റിലേറ്റഡ് വീട്ടുകാർ സമ്മതിക്കാതെ പിരിഞ്ഞവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും മാനസികമായിട്ട് എൻ്റെ പാരൻസ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പിരിയുമ്പോഴും ഹീലിംഗ് പവർ ആ ഒരു പെയിൻ കുറച്ച് കുറവായിരിക്കും. ഇൻ ദ സെൻസ് ലൈക്ക് കമ്പാരിങ് ടു ചീറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാര്യത്തില് ഇതിപ്പോ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു, ഫോണിൽ നിന്നും തെളിവുകൾ വന്നു എന്ന് പറയുന്നു. ഇപ്പുറത്ത് ഇത് ചോദിക്കാൻ ഒരു വ്യക്തി ഇല്ല. കാരണം ആ പെൺകുട്ടി മരിച്ചത് ആ പെൺകുട്ടിയാണെങ്കിൽ എവിടെയും പീഡനത്തിന് ഇരയായി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പോലും അങ്ങനെ ഒരു സംഭവം എഴുതി വെക്കാതെ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പയ്യൻ ഇത് എനിക്ക് ഒരു രീതിയിലും ഇതിനകത്തൊരു ക്ലാരിറ്റിയും ലോജിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഈ കുട്ടി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. 2 മാസത്തോളം ഈ പയ്യൻ വീട്ടിൽ വന്ന് പോവാറുണ്ടെന്ന് പറയുന്നു. അപ്പം എവിടെയോ എന്തോ എനിക്ക് പേഴ്സണലി ഒരു ലോജിക്കില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഈ
പോയിന്റ് ഔട്ട് ചെയ്ത് തോന്നിയത് പ്രണയത്തിന്റെ ഇടയിൽ പീഡനത്തിന് എവിടെ ചാൻസ് എന്നുള്ള കാര്യം. ഈ കുട്ടി ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാസ്റ്റ് റിലേറ്റഡ് പ്രശ്നം കാരണം ഇവര് ഫോഴ്സ് ചെയ്തിട്ട് ഈ കുട്ടിയെ കൊണ്ട് ബ്രേക്കപ്പ് ആക്കിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ മാതിരി ഒരുപാട് കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തപ്പം അതിൽ ടോട്ടലി മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈ സൈബർ ബുള്ളിങ് അതേപോലെ കമന്റ്സും കാര്യങ്ങളെല്ലാം കൂടി ആയപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ഈ കുട്ടി ഇത് ചെയ്തതാണെന്നാണ് എനിക്ക് എന്റെ മൈൻഡിൽ തോന്നിയത്. അല്ലാതെ ഈ പീഡനവും മറ്റു കാര്യങ്ങളൊക്കെ ഇത് എവിടെ നിന്ന് പൊന്തി വന്നു, ഇതിപ്പോ കുട്ടി ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും കുട്ടി നഷ്ടപ്പെട്ടു, കുട്ടി മരിച്ചു. ഇനിയിപ്പോ ഒന്നും എവിടെ ഇട്ടൊന്നും പറയാനില്ല. ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എനിക്കറിയത്തില്ല ഈ പയ്യൻ തെറ്റുകാരനാണോ എന്താ ഏതോ കേൾക്കുമ്പോൾ ഉള്ള ഈ സംഭവം പ്രണയത്തിൽ എവിടെയാ പീഡനം എന്നുള്ളൊരു അവസ്ഥയും ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് എവിടെയും ഒരു മാച്ചിങ് ഫീൽ ചെയ്യുന്നില്ല. ലിറ്ററലി എന്തോ ഭയങ്കര പിന്നെ ഈ 2 മാസമൊക്കെ പിന്നെ അങ്ങനെ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് അച്ഛന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പയ്യനെ വീട്ടിലോട്ട് വരാൻ സമ്മതിച്ചതും കാര്യങ്ങളൊന്നും എനിക്ക് അതിലും ഒരു ലോജിക്ക് കിട്ടുന്നില്ല. ഫോണിൽ നിന്നുള്ള തെളിവുകൾ പുറത്തു പോലും പറയാൻ പറ്റാതെ, അതെന്താ പുറത്ത് പറയാൻ പറ്റാത്ത തെളിവുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു രീതിയിലും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഇതിന്റെ വിധി എന്താവും ഏതാണെന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല. ഇപ്പൊ പ്രേരണാകുറ്റം, സൂസൈഡ് പ്രേരണാകുറ്റം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്, അതും പ്രേരണാകുറ്റം. ഇപ്പൊ 2 പേര് തമ്മിൽ ബ്രേക്കപ്പ് ആയി, പറ്റാത്ത കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ പയ്യനാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയാനില്ല. കാരണം പറ്റാത്ത കാര്യം ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതുകൊണ്ട് അത് ബ്രേക്കപ്പ് ആയി. അതിൽ പോയി ആത്മഹത്യ ചെയ്യുന്നതിനൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഇവിടെ എനിക്ക് ക്ലിയർ ആവാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു ലോജിക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലിപ്പോ ആരാണ് എന്താണ് ഏറ്റവും പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ആ കൊച്ചില്ലല്ലോ, പീഡിപ്പിച്ചിട്ടുണ്ടോ എന്താണ് ഏതാണ്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതായിട്ടും എവിടെയും പറയുന്നില്ല. ഈ പയ്യന്റെ ഫോണിൽ നിന്ന് ഇതെല്ലാം കിട്ടി എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ഫോണിൽ നിന്നാണെങ്കിൽ 2 ആഴ്ച മുമ്പ് റീൽസും പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തോ ഇതൊട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല ഗൈസ്. ആൻഡ് അത് മാത്രമല്ല, സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവം ചാനൽ എവിടെ ചെവിയേക്കില്ല പാപം വിട്ടേക്ക്, ആൾക്ക് ചെവിയേക്കില്ല പോട്ടെ. ടോപ്പിക് മാറിപ്പോയി. അപ്പൊ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സംഭവം ഒറ്റ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയ ഡിസ്കഷനിൽ നിന്ന് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് സ്റ്റോപ്പ് സൈബർ ബുള്ളിങ്. അതേപോലെ ഇവിടെ ചില കാര്യങ്ങൾ ഭയങ്കര നോർമലൈസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ എത്ര പറഞ്ഞിട്ടൊരു കാര്യമില്ല, എത്ര പോയിട്ടും അത് ശരിയാവാൻ പോണില്ല. എന്തോ ഏതോ എനിക്കത് കാരണം ഇതിനകത്തൊരു നിഗമനം പറയാൻ പറ്റുന്നില്ല. പയ്യന്റെ ഭാഗത്താണ് തെറ്റുന്നോ പെൺകുട്ടിയുടെ ഭാഗത്ത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ പാരന്റ്സിന് നല്ല രീതിയിൽ ഇതുണ്ട്. കാരണം അവര് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും മേ ബി ഈ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട്. അതേപോലെ ഒറ്റ ചോദ്യം, ഈ 2 മാസമൊക്കെ പയ്യൻ കയറി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ എവിടുത്തെ പരിപാടിയാണ്? അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ പ്രായപൂർത്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉള്ളപ്പോൾ അങ്ങനെ വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എവിടെയും എന്തോ എനിക്കൊരു സുഖമില്ലായ്മ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.